തൊപ്പിയെ ഞാൻ ആദ്യമായിട്ട് എന്നോട് ഞാൻ സോറി ചോദിക്കുകയാണ്. എനിക്കത് എൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര വിഷമായി. പക്ഷെ നായിന്റെ മോനെ എന്റെ തന്ത അല്ലട എന്റെ തന്ത നായിന്റെ മോനെ ഇന്റെ മുട്ടുകാലം വറക്കൂല നായിന്റെ മോനെ. നഴ്സറി പിള്ളേരെ വെച്ചിട്ട് ഇന്നെ ഊക്കാൻ വന്ന നായിന്റെ മോനെ. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. അടിച്ചിട മൂന്നര പല്ല് ഞാൻ കൊയ്ക്കും. ജിന്നെ പറഞ്ഞുകൂടെങ്കിലേ എനിക്കൊരു പ്രശ്നമില്ലടാ നായെ. പക്ഷെ ജിന്റെ തന്തനെ പറഞ്ഞു അത് ഈ ഷാജാൻ സഹിക്കൂല മോനെ. എന്റെ ബാക്കിലുള്ള നഴ്സറി പിള്ളേരെ കണ്ടിട്ടേ ഇജെന്താടാ നായെ വിചാരിച്ചത്? ഞാൻ കടന്ന് വിറക്കുന്നോ? ഒന്ന് പോടാ നായെ. എന്നോട് എതിർക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി വാടാ എടപ്പാളി. അടിച്ചിട മൂന്നര ചെയ്യിപ്പിക്കാൻ പറ്റും നായിന്റെ മോനെ. ഇജി കളിക്കണ്ട മോനെ. ഇജി കളിച്ച സ്ഥലം എനിക്ക് മാറിപ്പോയി. ഇജെന്താണ് നായിന്റെ മോനെ പറഞ്ഞത്? മലപ്പുറത്തെ പിള്ളേര് തന്തല്ലാത്തവരാണെന്നോ? ഫ്ലാഷ് ബാക്ക്. ഈ നീലക്കോയിൽ എന്ന് പറഞ്ഞ ഈ തന്ത ഇല്ലാത്തവൻ, തന്തക്ക് വറക്കാത്തവൻ, മെഹറിന്റെ അടുത്ത് പോയിട്ട് ഇവരെന്തല്ല പറയുന്നത്? വേറെ ഏതോ ലൊട്ടുണ്ട്, വേറെ ഏതോ പാണ്ടിക്കാട് കുഞ്ഞാന്റെ കോപ്പി പോലത്തെ ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് മലപ്പുറത്തുകാരെ പറയിപ്പിക്കാൻ വേണ്ടി മലപ്പുറത്ത് കുറച്ച് കാക്കമാറുണ്ട്. ഈ 2-3 ഉള്ളൂ ഇങ്ങനത്തെ. പാണ്ടിക്കാട് കുഞ്ഞാന് കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ ഹാന തോറ്റെന്ന് പറഞ്ഞ പോലെ നീ നിന്റെ തലയാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഏതോ ശുക്കൂർ നൗഷാദ് എന്നെല്ലാം പറഞ്ഞ ഏതോ 2-3 തന്തക്ക് വറക്കാത്തമാര് ഒരു നാണുമാരും ഇല്ലാണ്ട് വെറുതെ ഈ നീലക്കോയിലിൽ ഒന്നിച്ച് കൂട്ടുപിടിച്ചിട്ട് ഇവരൊരു പാവം പെണ്ണിന്റെ അടുത്തേക്ക് പോയിട്ട് മറ്റേ വർത്താനം പറയാം. പണ്ട് സൂപ്പറോ ഇപ്പൊ തൊപ്പി അടുത്ത ആരാ? ഇങ്ങനത്തെ ലെവലിലുള്ള വർത്താനം. ആരാ സാറേ വന്നിട്ട് പോയത്? വിയറ്റ്നാമിൽ നിന്ന് വന്ന അളിയനാ. പെങ്ങൾക്കും പിള്ളേർക്കും പൊട്ടിക്കാൻ വിഷുവിന് പടക്കമായിട്ട് വന്നതാ. വർത്താനം തന്ത ഇല്ലാത്തവന്മാരെ ഞാൻ പറയും. ഞാൻ അവനക്ക് ഒരു മടിയില്ല. ഞാൻ കാര്യം പറയാം. അടുത്ത തവണ ഇങ്ങനത്തെ പരിപാടി തെറി വിളിക്കും, തന്തൊക്കെ വിളിക്കും. നീല കണ്ട ഞാൻ കാര്യം പറയാല. നീലക്കുയിൽ എന്ന് പറഞ്ഞാൽ ജനിച്ച മുതല് തന്ത ഇല്ലാണ്ട് ജനിച്ചൊരു നാറിയാന്നവന്. ഇതൊക്കെ എന്ത് നാണം ഉണ്ടാടാ? 2-3 മക്കളെ ഉപ്പയായിരിക്കുമല്ലോടാ നീ. നാണവും മാനം ഉണ്ടാടാ നാറി. വേണ്ട മോനെ രാമേന്ദ്ര, ഇവിടെ കിട്ടണ കച്ചവടമൊക്കെ മതി. പണിയെടുത്ത് ജീവിക്കടാ പോയിട്ട്. കണ്ട പെണ്ണുങ്ങളെ വേക്കുന്ന മറ്റേ ഇത് ഓളെ കല്യാണമായോ ഒക്കെ വിശേഷമായെന്ന് അറിയാൻ പറ്റോ നടക്കുന്നല്ലോ. നാണം കെട്ടവന്മാര് അല്ല പിന്നെ നല്ല ഇറങ്ങീന് ലോട്ട. വെടിക്കെട്ടത്ര പോരാ, എന്നാലും അവസാനം പൊട്ടിയ ഗർഭം കലക്കി ഉഗ്രൻ. ഈ മാലപ്പടക്കത്തിന് പകരം അത് തന്നെ കുറെ അങ്ങ് പൊട്ടിട്ട പോരായിരുന്നോടാ. End of flashback.